ഹലോ ഗായ്സ്, വെൽക്കം യു ഓൾ. അന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് എന്തെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഞാനൊന്ന് പറഞ്ഞുതരാം. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ലാഭം എന്നാണ്. ഇൻകം മൈനസ് ഓൾ എക്സ്പെൻസസ്. അതായത് നമ്മുടെ ഇൻകത്തിൽ നിന്ന് നമ്മുടെ എല്ലാ എക്സ്പെൻസും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടുന്ന തുകയാണ് പ്രോഫിറ്റ്, അതായത് ലാഭം. എന്താ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. Sam's bakery received $900 yesterday, but expenses such as wages, food and electricity came to $650. ഇവിടെ പറയുന്നത് സാം എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് എൻ്റെ ബേക്കറിയിൽ ഡെയിലി കിട്ടുന്ന വേജ് $900 അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് നോക്കാം. എക്സ്പെൻസ് വന്നിട്ട് വേജ്, ഫുഡ്, ഇലക്ട്രിസിറ്റി അങ്ങനെ പോകുമ്പോൾ ഒരു $650 വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അന്നത്തെ ദിവസത്തെ അവൻ്റെ ലാഭം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻകം $900 അപ്പോൾ അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ട് $650. പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ ഓൾ ഇൻകം മൈനസ് എക്സ്പെൻസസ്. അതായത് അതിൻ്റെ ഇൻകത്തിൽ നിന്ന് അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് ഒന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇൻകം $900 അതിൻ്റെ എക്സ്പെൻസ് $650. അപ്പോൾ 900 മൈനസ് 650 ദാറ്റ്സ് ഈക്വൽ ടു 250. അപ്പോൾ $250 അവൻ്റെ അന്നത്തെ ദിവസത്തെ ലാഭം. അപ്പോൾ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. ഇപ്പോൾ പ്രോഫിറ്റ് തന്നെ 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ വന്നിട്ട് ആക്ച്വൽ പ്രോഫിറ്റ്, രണ്ടാമത്തെ റിപ്പോർട്ടഡ് പ്രോഫിറ്റ്, മൂന്നാമത്തെ മിനിമം പ്രോഫിറ്റ്, നാലാമത്തെ ഡിസ്ക്രിഷണറി പ്രോഫിറ്റ്. സംഭവം വാക്കുകൾ കുറച്ച് വലുതൊക്കെയാണെങ്കിലും സംഭവത്തിൽ എളുപ്പമാണ്. നമുക്ക് ആദ്യത്തെ പ്രോഫിറ്റ് എന്താണെന്ന് നോക്കാം. ആക്ച്വൽ പ്രോഫിറ്റ്. Actual profit for any financial year means the amount of consolidated net income of the company for such financial year after all charges and provisions for taxes and adjusted to exclude all excluded items as determined by the auditor based upon the company financial statement for such financial year. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ആക്ച്വൽ പ്രോഫിറ്റ് ഫോർ എനി ഫിനാൻഷ്യൽ ഇയർ മീൻസ് ദ എമൗണ്ട് ഓഫ് കൺസോളിഡേറ്റഡ് നെറ്റ് ഇൻകം ഓഫ് ദ കമ്പനി ഫോർ സച്ച് ഫിനാൻഷ്യൽ ഇയർ. അതായത് ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ ടോട്ടൽ ഇൻകം ആഫ്റ്റർ ഓൾ ചേഞ്ചസ് ആൻഡ് പ്രൊവിഷൻസ് ഫോർ ടാക്സസ് ആൻഡ് അഡ്ജസ്റ്റഡ് ടു എക്സ്ക്ലൂഡ് ഓൾ എക്സ്ക്ലൂഡ് ഐറ്റംസ്. ഈ എക്സ്ക്ലൂഡഡ് ഐറ്റംസ് ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയുടെ ആ ഒരു വർഷത്തെ എക്സ്പെൻസ്. അപ്പോൾ ഇൻകവും പറഞ്ഞു, എക്സ്പെൻസും പറഞ്ഞു. After all those provisions, taxes, etc., excluded as determined by the auditor based upon the company financial statement for such financial year. അതായത് എല്ലാ കമ്പനികളിലും ഉണ്ടാവും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കും. അതെന്തിനാ വെച്ചാൽ അവരുടെ ലാഭവും നഷ്ടവും നോക്കാനാണ്. ഇൻകമും ലയബിലിറ്റിയും, പ്രോഫിറ്റും ലയബിലിറ്റിയും. സ്വാഭാവികമാണ് ഇവിടെ പറയണത് ആക്ച്വൽ പ്രോഫിറ്റ് എന്താ വെച്ചാൽ ഒരു വർഷത്തെ കംപ്ലീറ്റ് ഇൻകവും കംപ്ലീറ്റ് എക്സ്പെൻസും മൈനസ് ചെയ്ത് കിട്ടണ തുകയാണ് അവരുടെ ലയബിലിറ്റി അല്ലച്ച പ്രോഫിറ്റ്. അതാണ് ആക്ച്വൽ പ്രോഫിറ്റ്. ഇനി രണ്ടാമത്തെ പ്രോഫിറ്റ്. അപ്പോൾ ആക്ച്വൽ പ്രോഫിറ്റ് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രോഫിറ്റിലോട്ട് കിടക്കാം. രണ്ടാമത്തെ പ്രോഫിറ്റ് പറയണത് റിപ്പോർട്ടഡ് പ്രോഫിറ്റ്. റിപ്പോർട്ടഡ് പ്രോഫിറ്റ് ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ. ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ഇൻകം ഷോൺ ബൈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ +2 അക്കൗണ്ടൻസിയിലൊക്കെ. മെയിൻ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആൻഡ് വിച്ച് മേ വേരി അക്കോർഡിംഗ് ടു ദ അക്കൗണ്ടിങ് മെത്തേഡ് യൂസ്ഡ്. അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, P&L അക്കൗണ്ടില്ലേ, അതിൽ കാണിക്കേണ്ട തുകയാണ് റിപ്പോർട്ടഡ് പ്രോഫിറ്റ്. ആൻഡ് വിച്ച് മേ വേരി അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് മെത്തേഡ്. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് അനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ P&L അക്കൗണ്ട് ഇടുകയാണെങ്കിൽ ഒരു തുകയായിരിക്കും, വേറെ സ്റ്റേറ്റ്മെൻറ്റ് ഇടുകയാണെങ്കിൽ തുകയായിരിക്കും, അങ്ങനെ. അപ്പോൾ റിപ്പോർട്ടഡ് പ്രോഫിറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ആക്ച്വൽ പ്രോഫിറ്റ്, രണ്ടാമത്തെ റിപ്പോർട്ടഡ് പ്രോഫിറ്റ്. ഇനി മൂന്നാമത്തെ മിനിമം പ്രോഫിറ്റ്. മിനിമം പ്രോഫിറ്റ് എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വിച്ച് ഷുഡ് ബി പെയ്ഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ഫേം ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻസ് ടു കീപ് ദം സാറ്റിസ്ഫൈഡ്. The minimum level of profit cannot be given out to the shareholders. They might resort to bulk sale of their shares. This will transfer the ownership to other hands, leaving the company and the risk of a complete takeover. Thus, the job security of the manager is also threatened. ഇതിപ്പോൾ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം.
It is the amount of profit after tax which should be paid to the shareholders of the firm. ഒരു ഫേം ആകുമ്പോൾ 2-3 പാർട്ട്ണറൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവരും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ വിളിക്കാറ്. അപ്പോൾ അവർക്ക് നമ്മളെന്തായാലും അവർ ഇൻവെസ്റ്റ് ചെയ്തതിന് തിരിച്ച് നമ്മളെന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ ആ കൊടുക്കണതിൻ്റെയാണ് ഇത് പറയുന്നത്. അതായത് കൊടുക്കുമ്പോൾ നമ്മൾ ടാക്സ് അങ്ങനെയുള്ള അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അതാണ് കൊടുക്കുക. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ് പറയണം. ടു കീപ് ദം, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ വേണ്ടി. അതായത് വെറുതെ പൈസ ഇട്ടാൽ നമുക്ക് അവരെ നോക്കി നിർത്താൻ പറ്റില്ല. നമുക്ക് പൈസ ഇട്ടാൽ തിരിച്ചു വല്ല വേതനം കൊടുക്കട്ടെ, നാളെ ഷെയർ ഹോൾഡേഴ്സൊക്കെ ഉള്ളൂ. അതാണ് ഫസ്റ്റ് സെൻറ്റൻസ് അതാ പറയണം. ദ മിനിമം ലെവൽ ഓഫ് പ്രോഫിറ്റ് cannot be given out to the shareholders. They might resort to bulk sale of their shares. അഥവാ നമ്മളിനി അവർക്ക് തിരിച്ച് വേതനം നമ്മൾ നൽകിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ കമ്പനി വിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റിന് അനുസരിച്ച് നമ്മൾ അവർക്ക് തിരിച്ചുള്ള വേതനം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. This will transfer the ownership to other hands, leaving the company and the risk of a complete takeover. ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്, അവർക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് കമ്പനി വിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. Thus the job security of the manager is also threatened. അപ്പോൾ ഈ കമ്പനി നടത്തുന്ന ആൾക്ക് കുറച്ച് റിസ്ക് കൂടുതലാണ്. അപ്പോൾ മിനിമം പ്രോഫിറ്റിൽ അതാണ് പറയുന്നത്. മിനിമം പ്രോഫിറ്റ് നമ്മളെന്തായാലും ഷെയർ ഹോൾഡർ കൊടുക്കണം. അതാണ് മിനിമം പ്രോഫിറ്റ്. അപ്പോൾ ഫസ്റ്റത്തെ ആക്ച്വൽ പ്രോഫിറ്റ്, രണ്ടാമത്തെ റിപ്പോർട്ടഡ് പ്രോഫിറ്റ്, നാലാമത്തെ മിനിമം പ്രോഫിറ്റ്, മൂന്നാമത്തെ മിനിമം പ്രോഫിറ്റ്. ഇനി നാലാമത്തേലോട്ട് പോവാം. നാലാമത്തെ ഡിസ്ക്രിഷണറി പ്രോഫിറ്റ്. നമുക്ക് എന്താണെന്ന് വായിച്ചു നോക്കാം. ഡിസ്ക്രിഷണറി പ്രോഫിറ്റ് ഈസ് വാട്ട് റിമെയിൻ വിത്ത് ദ മാനേജർ ആഫ്റ്റർ പേയിങ് ടാക്സസ് ആൻഡ് dividends to the shareholders. This profit is used to make discretionary investments and to increase managers' utility. Discretionary profit എന്തെന്നാൽ നമ്മുടെ മാനേജറിൻ്റെ കയ്യിൽ ഈ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർസ് കൊടുത്ത് ടാക്സ് എല്ലാം കൊടുത്ത് അവസാനമുള്ള തുകേനെയാണ് ഡിസ്ക്രിഷണറി പ്രോഫിറ്റ് എന്ന് പറയുക. ഈ ഡിസ്ക്രിഷണറി പ്രോഫിറ്റ് എന്തിനാണ് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ, നമ്മുടെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവില്ലേ. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥാപനം നടക്കുകയാണ്, അപ്പോൾ അവർക്ക് പ്രതീക്ഷിച്ചതിലും അധികം പ്രോഫിറ്റ് കിട്ടി. ഈ പ്രോഫിറ്റ് കൊണ്ട് നമ്മൾ ഇനിയും പ്രോഫിറ്റ് വേണമെന്ന് സാധാരണ മനുഷ്യന്മാർ അതെന്തായാലും ആലോചിക്കണം. അപ്പോൾ ഇവർ ഈ സ്ഥാപനത്തിനെ ഡെവലപ്പ് ചെയ്യും ഈ പ്രോഫിറ്റ് കൊണ്ട്. ആ ഉപയോഗിക്കണ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഡിസ്ക്രിഷണറി പ്രോഫിറ്റ്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ ടൈപ്സ് ഓഫ് പ്രോഫിറ്റ് പറഞ്ഞു. ടൈപ്സ് ഓഫ് പ്രോഫിറ്റിൽ ആക്ച്വൽ പ്രോഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷത്തിൽ ആ കമ്പനിക്ക് ഉണ്ടാവുന്ന ഇൻകമും എക്സ്പെൻസും മൈനസ് ചെയ്ത് കിട്ടുന്ന തുകയാണ് ആക്ച്വൽ പ്രോഫിറ്റ്. അത് ലയബിലിറ്റി ആവാം, പ്രോഫിറ്റും ആവാം. പിന്നെ റിപ്പോർട്ടഡ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ P&L അക്കൗണ്ടിൽ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് റിപ്പോർട്ടഡ് പ്രോഫിറ്റ് എന്ന് പറയുക. പിന്നെ മിനിമം പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഓണർ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന തുകേനെയാണ് മിനിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ ഡിസ്ക്രിഷണറി പ്രോഫിറ്റ്, മാനേജർ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് അത് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്ന തുകയാണ് ഡിസ്ക്രിഷണറി പ്രോഫിറ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.